നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും വിൽമോറും തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് അറിയാനായിരുന്നു. അപ്രതീക്ഷിതമായി ബഹിരാകാശത്ത് ഇത്രയും നാൾ ചെലവഴിക്കേണ്ടി വന്നത് അവരുടെ ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കാമെന്ന വിദഗ്ധർ പലരും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുവരുടെയും ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എങ്കിൽ പോലും ഉടനെ തന്നെ അത് സാധാരണ നിലയിലേക്കാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇവരുടെ കാഴ്ചശക്തി നന്നായി കുറഞ്ഞിട്ടുണ്ടെന്നും കൈകാലുകൾ ദ്രവിച്ചു പോലെ ആയെന്നും ശരീരഭാരവും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നും രണ്ടുപേരും വസ്ത്രധാരണത്തിലൂടെ ഇതെല്ലാം മറച്ചുവെങ്കിലും ആരോഗ്യസ്ഥിതി ഞെട്ടിക്കുന്നത് തന്നെയാണ്. ബഹിരാകാശ കേന്ദ്രത്തിൽ 287 ദിവസം തങ്ങേണ്ടി വന്ന സുനിത വില്യംസും വിൽമോറിനും ഇനി 45 ദിവസം കരുതൽവാസമാണ്. ഭൂമിയുടെ ഗുരുത്വബലവുമായി ഇവരുടെ ശരീരം പൊരുത്തപ്പെടാനുള്ള പരിശീലനം ഈ സമയത്ത് നൽകും. ബഹിരാകാശത്ത് നിന്ന് എത്തിയ ഇവരെ നടത്താൻ ബുദ്ധിമുട്ടാകും എന്ന സാധ്യത പരിഗണിച്ച് സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്. ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോയത്. പേടകത്തിന് തകരാർ സംഭവിച്ചതോടുകൂടി ഇവർ അവിടെ കുടുങ്ങുകയായിരുന്നു. വർഷങ്ങളോളം ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരുപക്ഷെ ക്യാൻസർ ബാധയ്ക്കുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ ആകില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സുനിതയ്ക്ക് 59ഉം വിൽമോറിന് 62ഉമാണ് പ്രായം. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ ഇരുവരും വിശദമായ പരിശോധനയ്ക്ക് വിധേയരാകും. ഇവർ ബഹിരാകാശത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ശരീരഭാരവും വല്ലാതെ കുറഞ്ഞിരുന്നു. ബഹിരാകാശ വാഹനത്തിനുള്ളിൽ ഇവർ കഴിഞ്ഞ സമയത്ത് തലയിൽ വലിയ തോതിലുള്ള രക്തസമ്മർദ്ദം ഉയർന്നത് ഇവരുടെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ അക്ലൈറ്റിസ് സിൻഡ്രം എന്നാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. നേരത്തെയും ബഹിരാകാശത്ത് പോയ ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏറെ നാൾ ബഹിരാകാശത്ത് അനങ്ങാൻ കഴിയാതെ ഇരുന്നത് കാരണം ഇവരുടെ ശരീരത്തിലെ മസിലുകൾ ദുർബലമായിരിക്കും. ഇതിനെ മറികടക്കാനാണ് ബഹിരാകാശ സഞ്ചാരികൾ 2 മണിക്കൂർ വ്യായാമം ചെയ്യണം എന്ന കാര്യം നിർബന്ധമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെയും ശരീരഭാഗങ്ങൾ നന്നായി കുറഞ്ഞിട്ടുമുണ്ട്. സുനിതയുടെ ചിത്രങ്ങളിൽ അവരുടെ കൈത്തണ്ടയുടെ വണ്ണം വല്ലാതെ കുറഞ്ഞതായി കാണാൻ കഴിയും. ബഹിരാകാശ യാത്രയ്ക്ക് മുമ്പുള്ളതിനേക്കാൾ അവരുടെ മുടി നരച്ചതായും കാണാം. മുഖത്ത് ചുളിവുകളും കാണാം. സുനിതയുടെ ശരീരം കൂടുതൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് അവരുടെ കരളുകൾക്ക് തകരാർ ഉണ്ടെന്നതിന്റെ സൂചനയായും കണക്കാക്കപ്പെടുന്നുണ്ട് ചില വിദഗ്ധർ. മാസക്കാലം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ച നിമിഷങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ലോകം കണ്ടിരിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ വന്നിറങ്ങിയ ബഹിരാകാശ യാത്രികരെ ആദ്യം സ്വാഗതം ചെയ്ത മനുഷ്യരല്ല, മറിച്ച് ഒരു പറ്റം ഡോൾഫിനുകളാണ്. റിക്കവറി പ്രവർത്തനങ്ങൾക്കിടെ ക്യാപ്സൂളിന് ചുറ്റും ഡോൾഫിനുകൾ നീന്തി തുടിക്കുന്ന കാഴ്ച ഏറെ കൗതുകമുണർത്തുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഡോൾഫിനുകൾ ഡ്രാഗൺ ക്യാപ്സൂളിന് സമീപത്തേക്ക് എത്തിയതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. അവയുടെ പ്രത്യേക സ്വഭാവ സവിശേഷതയാണത്. ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ ഡോൾഫിനുകൾ. ഇവയുടെ സ്വഭാവവും പെരുമാറ്റ രീതികളും ജന്തുശാസ്ത്ര ലോകത്തെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റുമുള്ളതിനെയൊക്കെ ഏറെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നവയാണ് ഈ ഡോൾഫിനുകൾ. പുതുതായി എന്തെങ്കിലും ഒരു വസ്തു കടലിൽപ്പെട്ടാൽ അത് എന്താണ് എന്ന് കണ്ടുപിടിക്കാനും ജിജ്ഞാസ അവയുടെ പൊതു സ്വഭാവമാണ്. ഡ്രാഗൺ ക്രൂ 9 പേടകം സമുദ്രത്തിൽ പതിച്ച നിമിഷം തന്നെ അത് കാണാൻ ഡോൾഫിൻ കൂട്ടം എത്തിയതിന് പിന്നിലെ കാരണവും മറ്റൊന്നുമല്ല. ബോട്ടുകൾക്ക് തൊട്ടടുത്തുകൂടി ഡോൾഫിനുകൾ നീന്തുന്നതും കടലിൽ ഇറങ്ങുന്ന നീന്തൽക്കാർക്ക് സമീപത്തേക്ക് എത്തുന്നതും പുതിയ കാര്യങ്ങൾ കണ്ടറിയാനുള്ള കൗതുകം കൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ കൗതുകം കൊണ്ട് നീന്തുന്നതല്ല ഡോൾഫിനുകളുടെ വ്യതിരിക്തമായ സ്വഭാവ സ്ഥിതി. മറ്റുള്ളവയോട് ഏറെ സൗഹൃദപരമായി പെരുമാറുന്നു, കൂട്ടമായി സമയം പങ്കിടാനും ആഗ്രഹിക്കുന്നവ കൂടിയാണ് ഇവ. പരസ്പരം ആശയവിനിമയം നടത്താനുള്ള മാർഗങ്ങൾ പോലും ഡോൾഫിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പലതരം ശബ്ദങ്ങൾ, വിസിലുകൾ, ശരീരചലനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവ ആശയവിനിമയം നടത്താറുള്ളത്. അതേസമയം 8 ദിവസത്തേക്ക് ബഹിരാകാശത്ത് പോയ സുനിത വില്യംസും വിൽമോറും മടങ്ങിയെത്തുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് ഇവർക്ക് എത്ര കോടി രൂപ ഇതിനായി പ്രതിഫലം നഷ്ടപരിഹാരവും ലഭിക്കുന്നു എന്നാണ്. എന്നാൽ പൊതുവെ നമ്മൾ കരുതുന്നത് പോലെ തന്നെ ശതകോടികൾ ഒന്നും തന്നെ ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുകയില്ല. താരതമ്യേന ചെറിയ തുകയാണ് ഇരുവർക്കും ലഭിക്കുക എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. നാസയുടെ രീതി അനുസരിച്ച് ബഹിരാകാശ യാത്രകൾക്ക് ഓവർ ടൈം ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. സാധാരണ ശമ്പളം മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ടുള്ള കാഡി കോൾമാൻ പറയുകയാണ്. പ്രതിദിനം ചെറിയ തുകയാണ് ശമ്പളമായി ലഭിക്കുന്നത്.
തനിക്കിത് ദിവസം $4 ആയിരുന്നു. ബഹിരാകാശ യാത്രയിൽ യാതൊരു ഫെഡറൽ ജീവനക്കാരന് ലഭിക്കുന്നത് പോലെയും ശമ്പളം മാത്രമേ ബഹിരാകാശ യാത്രികർക്കും ലഭിക്കുകയുള്ളൂ. ഓവർ ടൈം ആനുകൂല്യമൊന്നും തന്നെയില്ല. അവരുടെ ഗതാഗതം, താമസം, ഭക്ഷണം തുടങ്ങിയവ നാസയാണ് കൈകാര്യം ചെയ്തത്. നാസയിൽ ശമ്പള സ്കെയിലിൽ ഉയർന്ന റാങ്കായ GS-50യിലാണ് സുനിത വില്യംസ്, ബൂഷ് വിൽമോറും ഉൾപ്പെടുന്നത്. ലഭിച്ച വിവരം പ്രകാരം ഇവരുടെ അടിസ്ഥാന ശമ്പളം പ്രതിവർഷം $1,25,133 മുതൽ $1,62,672 അതായത് ഏകദേശം 1.5 കോടി മുതൽ 1.25 കോടി രൂപ വരെയാണ്. രണ്ടുപേരുടെയും ശരാശരി ശമ്പളം $93,850 മുതൽ $1,22,000 വരെയാണ്. ഏകദേശം 81 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ്. $1,148 യാത്രാബന്ധം കൂടി ചേർത്താണ് അവരുടെ മൊത്ത വരുമാനം $94,998 $1,23,752 ഏകദേശം 82 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ഇടയിൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂഷ് വിൽമോറും തിരികെ ഭൂമിയിലെത്തുന്നതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കുറ്റപ്പെടുത്തി US-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുള്ള മടക്കം ഇത്രയും നീളാൻ കാരണമെന്നും US പ്രസിഡന്റ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറയുകയുണ്ടായി. ട്രംപ് ഭരണകൂടത്തിന് കീഴിലെ ചരിത്രപരമായ ദൗത്യമായിരുന്നു സുനിതയുടെയും സംഘത്തിന്റെയും മടക്കിവരവ് എന്നതും വ്യക്തമാണ്. ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവിൽ ബൈഡൻ ഭരണകൂടം വേഗത കാണിച്ചു. നിർണായക തീരുമാനമെടുക്കാനുള്ള ജോ ബൈഡന്റെ ധൈര്യക്കുറവ് കാരണമാണ് സുനിതയ്ക്കും ബൂഷ് വിൽമോറിനും ഇത്രയും ദിവസം അവിടെ നിൽക്കേണ്ടി വന്നത്. പക്ഷേ ട്രംപ് ഒരിക്കലും സമയം പാഴാക്കിയില്ല. അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ധീരശാലികളായ ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിക്കാനായി നാസയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും ട്രംപ് നിർദ്ദേശം നൽകി. ട്രംപ് നാസ മേധാവിയെയും ഇലോൺ മസ്കിനെയും നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു. കരോലിൻ ലെവിറ്റ് പറയുന്നതനുസരിച്ച് നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ച് ബഹിരാകാശ യാത്രികരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തിക്കാനായി പ്രവർത്തിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞതത്രേ. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വേഗത്തിൽ തന്നെ ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിക്കാനായി പ്രവർത്തനം നടത്തിയെന്ന് നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജാനറ്റ് പെട്രോ ഇന്നലെ പറഞ്ഞിരുന്നു. ഈ ദൗത്യത്തിൽ ഈ ബോയിങ്ങിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി തങ്ങളുടെ പേടകത്തിൽ യാത്ര തിരിച്ച് സഞ്ചാരികളെ തിരികെ എത്തിക്കാൻ എതിരാളിയായ സ്പേസ് എക്സിന്റെ പേടകം തന്നെ വേണ്ടി വന്നു എന്നതാണ്. ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്പേസ് ഷട്ടിൽ യാത്രകൾ നിർത്തലാക്കിയതോടുകൂടി ഏറെക്കാലം റഷ്യയുടെ സോയിസ് പേടകത്തെ വിക്ഷേപണങ്ങൾക്കായി ആശ്രയിച്ച അമേരിക്കൻ പേടകം നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയും തീരുമാനിച്ചു. അങ്ങനെ 2014 നാസയുടെ ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി കരാർ ലഭിച്ച കമ്പനികളാണ് ബോയിങ്, സ്പേസ് എക്സും. വ്യോമയാന രംഗത്ത് പരിചയസമ്പന്നരായ ബോയിങ്ങിന് CST-100 സ്റ്റാർലൈൻ പേടകം നിർമ്മിക്കാൻ കരാർ തുകയായ $36,458 കോടി രൂപയുടെ കരാർ നൽകിയപ്പോൾ ഈ രംഗത്തെ നവാഗതരായ സ്പേസ് എക്സിന് ക്രൂ ഡ്രാഗൺ പേടകം നിർമ്മിക്കാൻ $22,559 കോടി രൂപയുടെ കരാറാണ് നൽകിയത്. 2014 കരാറ് ലഭിച്ച സ്റ്റാർലിങ്ക് മുൻകൂട്ടി നിശ്ചയിച്ച പോലെ 2019 ഡിസംബറിൽ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ആദ്യ ആളില്ലാ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി തന്നെ നടത്തി. 2020 മെയ്യിൽ തന്നെ ഡ്രാഗൺ പേടകം മനുഷ്യരെ ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തിച്ചു. പക്ഷേ ബോയിങ്ങിന് മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്രയ്ക്ക് 2024 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനിടയിൽ സ്പേസ് എക്സ് ബഹിരാകാശ രംഗത്ത് വൻപന്മാരായി മാറിക്കഴിയുകയും ചെയ്തു.